ഒരു ലിവ് ഇൻ അഡൾട്ടറി റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു മിയർ ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ. അതെങ്ങനെയായിരിക്കും കോടതി? ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നമുക്ക് അഡൾട്ടറി അല്ലെന്ന് പറയാൻ പറ്റില്ല. അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഈസ് ഡിഫറെൻറ്റ്, റൈറ്റ്? കോടതികളിൽ എപ്പോഴും നോക്കുന്നത് തെളിവുകൾ തന്നെയാണ്. തെളിവുകളും കൂടെ സപ്പോർട്ടീവ് ആണെങ്കിൽ നമ്മൾ വെറുതെ മിയർ അലിഗേഷൻ ഈസ് നോട്ട് നെസസറി ടു പ്രൂവ് അഡൾട്ടറി. മെയിൻ്റനൻസ് കേസസിൽ അഡൾട്ടറി വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ഇടയ്ക്ക് കേരള ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡയറക്റ്റ് അല്ലെങ്കിലും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മതി അഡൾട്ടറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കോർട്ടിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാവാം ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് എന്ന് പറയാമോ? അഡൾട്ടറിയിലാണ്. അതെ. മെയിൻ്റനൻസ് കേസിൽ അഡൾട്ടറി പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ കേസ് ഭയങ്കരമായിട്ട് ഡിസ്മിസ് ചെയ്യും. ഒരിക്കലും ആ കേസ് നിലനിൽക്കില്ല. പിന്നെ അഡൾട്ടറി എന്ന് പറയുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണ്. ഇപ്പോഴും നമ്മൾ ഡിവോഴ്സ് കേസുകളിലാണെങ്കിലും മെയിൻ്റനൻസ് കേസുകളിൽ അഡൾട്ടറി പ്രൂവ് ചെയ്യണമെങ്കിൽ അവർ തമ്മിലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി പറഞ്ഞ കേരള ഹൈക്കോടതിയിൽ ഡയറക്റ്റായിട്ട് ഒരു പ്രൂഫ് കിട്ടിയില്ലെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ, ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ച ഹോട്ടൽ റൂം ആവാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവർ ചാറ്റിൽ തന്നെ എന്തെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഇവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യണം എന്തെങ്കിലും ഒരു ചാറ്റിലുണ്ടെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് എങ്കിൽ പോലും നമുക്ക് കോടതി അഡൾട്ടറി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കൊടുക്കേണ്ടതാണ്. അപ്പം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ള ആ ഒരു അവർ ഡിസേർവ് ചെയ്യണം, അല്ലേ? അതായത് വൈഫ് ഡിസേർവ് ചെയ്യണമെങ്കിൽ മാത്രമേ മെയിൻ്റനൻസ് നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണർ ഉണ്ട്, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണ്, അങ്ങനെയാണെങ്കിലും മെയിൻ്റനൻസ് അവർക്ക് വേ ഓഫ് എന്ന് വെച്ചാൽ കൊടുക്കണ്ട എന്ന് കോടതി തീരുമാനിക്കാൻ പറ്റും. ശരിക്കും അതൊരു ക്രിമിനൽ ഒഫൻസ് അല്ല അഡൾട്ടറി, ഒരു സിവിൽ റോങ് ആണ്. അതേപോലെ മെയിൻ്റനൻസ് കേസിലാണെങ്കിലും ഡിവോഴ്സ് കേസിലാണെങ്കിൽ അഡൾട്ടറി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവോഴ്സ് അലോ ചെയ്യും. അതേപോലെ മെയിൻ്റനൻസ് കേസിലും നമുക്കൊരു വേറൊരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വൈഫിനുണ്ട്, അല്ലെങ്കിൽ അവരൊരു ലിവിങ് ടുഗദറാണ്, അല്ലെങ്കിൽ അവർ സീരിയസ് റിലേഷൻഷിപ്പിലാണ്, ഈവൺ ഒരു വേവാർഡ് ലൈഫ് തോന്നിയ പോലെ ജീവിക്കുകയാണ്, പല റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയായിട്ട് ഉണ്ട് എങ്കിലും നമുക്കത് മെയിൻ്റനൻസ് കേസ് പുരുഷന് അനുകൂലമായി, ഹസ്ബൻഡിന് അനുകൂലമായിട്ട് വിധിക്കും. ബട്ട് ഇപ്പോൾ ഒരു കോടതി എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഒരു മിയർ ഫ്രണ്ട്ഷിപ്പിന്? മേ ബി ഒരു ഒക്കേഷണൽ സ്റ്റേയോ ഒരു ലിവ് ഇൻ അഡൾട്ടറി റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു മിയർ ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ. അതെങ്ങനെയായിരിക്കും കോടതി? ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നമുക്ക് അഡൾട്ടറി അല്ലെന്ന് പറയാൻ പറ്റില്ല. അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഈസ് ഡിഫറെൻറ്റ്, റൈറ്റ്? ബട്ട് നമ്മൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് നോക്കുമ്പോൾ എങ്ങനെയാണ് കോർട്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? അതുപോലെ നേരത്തെ 125 CRPC ആയിരുന്നല്ലോ, ഇപ്പോൾ 144 BNSS. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു അഡൾട്ടറി പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് നോ ചാൻസ്, ഒരു ചാൻസ് മെയിൻ്റനൻസ് ഫ്യൂച്ചറിലും കിട്ടില്ല. ഇല്ല. സോ കംപ്ലീറ്റ്ലി അത് വേവ് ആവും. പിന്നെ വന്നിട്ട് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ഭർത്താവിൽ നിന്ന് ആ ഭാര്യയ്ക്ക് അത് മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ ചിലവിന് ഫുഡ്, ക്ലോത്ത്, എഡ്യൂക്കേഷൻ, അല്ല മറ്റേ മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ ഹെൽത്ത് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസ്, ഇതെല്ലാം ഇയാളിൽ നിന്ന് കിട്ടാനുള്ള ഒരു റൈറ്റ് അവർക്ക് ഉണ്ടാവണമല്ലോ. ആ റൈറ്റ് ഇവരായിട്ട് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മെയിൻ്റനൻസ് നിലനിൽക്കുന്നത്? അത് പിന്നെ നിലനിൽക്കില്ല. അതേപോലെ മെയിൻ്റനൻസ് കേസുകളിൽ ഇപ്പം പുരുഷനെതിരെയാണല്ലോ മെയിൻ്റനൻസ് കേസ് കൊടുക്കുന്നത്. പുരുഷൻ നമുക്ക് വളരെ റെയർ ഹിന്ദു മാരേജ് ആക്ടിൽ മാത്രമേ സ്ത്രീക്കെതിരെ മെയിൻ്റനൻസ് കേസ് വരുന്നുള്ളൂ, അത് വേറെ സെക്ഷനാണ്. അപ്പോൾ പുരുഷനെതിരെ മെയിൻ്റനൻസ് കേസ് വരുന്നു, എന്നിട്ട് വൈഫ്, അതായത് പെറ്റീഷണർ എന്ന് പറയുന്ന വ്യക്തി, വൈഫ് വേറെ റിലേഷൻഷിപ്പിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒരു രീതി, അഡൾട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, വേറൊരാളുമായിട്ട് തേർഡ് പേഴ്സണുമായിട്ട് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാക്സിമം ചാറ്റുകൾ അല്ലെങ്കിൽ ഇവർ തമ്മിൽ
അല്ലെങ്കിൽ മിഡ് നൈറ്റ് കോൺവെർസേഷൻസ് ഒക്കെ ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എവിഡൻസ് ആയിട്ട് കരുതുന്നുണ്ട് കോടതികൾ. മിഡ് നൈറ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം കോൺവെർസേഷൻസും കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിരിക്കണം, ഒരു ദിവസം ആയിരിക്കില്ല, കണ്ടിന്യൂസ്. ഇങ്ങനത്തെ കോൾ ഹിസ്റ്ററീസ് ഇമാതിരി എവിഡൻസ് കളക്ട് ചെയ്യുക. ഈ കോടതികളിൽ എപ്പോഴും നോക്കുന്നത് തെളിവുകൾ തന്നെയാണ്. തെളിവുകളും കൂടെ സപ്പോർട്ടീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ മിയർ അലിഗേഷൻ ഈസ് നോട്ട് നെസസറി ടു പ്രൂവ് അഡൾട്ടറി. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസുകളും ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ ഇതേപോലെ ഹോട്ടൽ ബിൽസ് സ്റ്റേ ചെയ്തിട്ടുള്ള ഇതെല്ലാം നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൻ്റനൻസ് കേസുകൾ ഡിസ്മിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു വിധി എടുക്കാൻ പറ്റും.